എന്നാൽ 2013 ഡിസംബർ 29 മൈക്കലിന്റെ ജീവിതം ആകെ മാറിമറിഞ്ഞു. ഫ്രഞ്ച് ആൽപ്സിലെ മെറിബൽ സ്കീ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം ഒഴിവുകാലം ആഘോഷിക്കവേ 14 വയസ്സുള്ള മകൻ മിക്കിനെ സ്കീയിങ്ങിൽ സഹായിക്കാൻ ശ്രമിച്ച മൈക്കൽ ഓഫ് പിസ്റ്റ് ഏരിയയിലേക്ക് തെറിച്ചുപോയി. മഞ്ഞിനടിയിൽ മറഞ്ഞിരുന്ന ഒരു പാറയിൽ സ്കീസ് തട്ടി. അദ്ദേഹം 11.5 അടി മുന്നോട്ട് പറന്ന് ഒരു വലിയ പാറയിൽ തലയിടിച്ചു വീണു. ഹെൽമറ്റ് രണ്ടായി പിളർന്നു. ഗുരുതരമായി തലച്ചോറിന് ക്ഷതം സംഭവിച്ചു. ഉടനടി ഹെലികോപ്റ്റർ വഴി ഗ്രനോബിളിലെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. തലച്ചോറിൽ നിന്ന് രക്തം കട്ടുപിടിക്കുന്നത് നീക്കം ചെയ്യാൻ 2 അടിയന്തര ശസ്ത്രക്രിയകൾ. കുടുംബത്തോട് ഏറ്റവും മോശമായതിനായി തയ്യാറെടുക്കാൻ ഡോക്ടർമാർ പറഞ്ഞു. അടുത്ത 250 ദിവസങ്ങൾ മൈക്കൽ മെഡിക്കലി ഇൻഡ്യൂസ് കോമയിലായിരുന്നു. കുട്ടികളെയും അമ്മയായ എലിസബത്തിനെയും കൂടെ ഇരുത്തിക്കൊണ്ട് കൊറിന്ന തന്റെ ജീവിത പങ്കാളിക്കായി ഓരോ ദിവസവും കാത്തിരുന്നു, പ്രാർത്ഥിച്ചു, പ്രതീക്ഷിച്ചു. 2014 ജൂണിൽ മൈക്കൽ കോമയിൽ നിന്ന് പുറത്തു വന്നെങ്കിലും ഡോക്ടർമാർ ഒരു കാര്യം വ്യക്തമാക്കി. നാം കണ്ടിരുന്ന പഴയ മൈക്കൽ ഇനിയില്ല, ജീവനുണ്ടെന്നേയുള്ളൂ. സെപ്റ്റംബറോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവ തടാകത്തിനരികിലുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് കൊറിന്നയുടെ യഥാർത്ഥ പോരാട്ടം ആരംഭിക്കുന്നത്.